താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ്. പ്ലീസ് നമ്മുടെ ED വിശേഷങ്ങൾ. ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എൻ്റെ സഹോദര തുല്യനായ സുരാജ് ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസർ, ഒരു നിർമ്മാതാവ് എന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമുള്ള ഒരാളാണ് സുരാജ്. അപ്പോൾ അവൻ മിമിക്രിക്കാരനായിരുന്ന പോലും ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയിലേക്ക് വന്നു. അവൻ്റെ ഓരോ വളർച്ചയും വളരെ അടുത്ത് നിന്ന് കാണുന്ന, ഒരുപാട് സന്തോഷിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്ന സുഹൃത്തുക്കളെന്നതിലുപരി ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സുരാജ്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സിനിമ, അത് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നില്ല, അറിവുള്ളത് കാലം മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്ത് കാര്യത്തിനും, അത് മിമിക്രി ആയാലും സ്റ്റേജ് ഷോ ആയാലും എന്ത് കാര്യത്തിനും 100% ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഈ സിനിമ വിജയിക്കും. എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. തീർച്ചയായിട്ടും അളിയ ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ പേരാണ് ED, എക്സ്ട്രാ ഡീസൻറ്റ്. അത് സുരാജ് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനൊരു പേരിടാൻ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് കൂടെയുള്ള പ്രൊഡ്യൂസറെ എനിക്ക് മനസ്സിലായത്, മിസ്റ്റർ ലിസ്റ്റിൻ സ്റ്റീഫൻ. ലിസ്റ്റിനും കൂടെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഈ പേര് കറക്റ്റ് ആപ്റ്റാണ്. അപ്പം പാട്ട് കണ്ടു, അങ്കിത് അടിപൊളി പാട്ടായിരുന്നു. അതുപോലെ തന്നെ ആമിർ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവും. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ചേട്ടാ ഞങ്ങൾക്ക് ആശംസ. എന്തായാലും അടിപൊളി പാട്ട് പിഷാരടി. അത് ഏത് വേദിയിലാണെങ്കിലും ഇതാണ് അവൻ സൈഡ് എന്നുള്ളവൻ്റെ സ്ഥിരം പരിപാടിയാണത്. ഇതൊരു വളരെ മനോഹരമായ ഒരു സിനിമയുടെ, വളരെ പാട്ടുകളുള്ള ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ എൻ്റെ പാട്ട് ഞാനിന്ന് വേണ്ടെന്ന് വെക്കുന്നു. അടുത്ത വേദിയിലേക്ക് ഇതിന്റെ 100ാം ദിവസം, ഇതിന്റെ ആഘോഷത്തിന്റെ 100ാം ദിവസം എൻ്റെ വക ഒരു പാട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നല്ലൊരു കൈയടി കൊടുക്കാൻ ചേട്ടാ. താങ്ക്സ് ലോട്ട്. സാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരുപാട് ഹിറ്റ് സിനിമകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച ഒരാളാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ ഓഡിയോ ലോഞ്ച് സെലിബ്രേഷൻ നമ്മളിവിടെ. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇതുപോലുള്ള ഒരു ചടങ്ങിൽ എത്തിയതിന്. ലിസ്റ്റിന് എന്നെ വിളിക്കുമ്പോൾ, എന്നോട് പറയുമ്പോൾ എനിക്ക് തോന്നി ക്രിസ്തുമസിന് തന്നെ ഇത് വലിയ സിനിമകളുടെ കൂട്ടത്തിൽ ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ എനിക്ക് തോന്നി സുരാജിനും ലിസ്റ്റിനും എന്തോ കൊളുത്തിയിട്ടുണ്ട്, ഇതൊരു ഹിറ്റ് മണക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം കൊണ്ടൊന്നും വലിയ പടങ്ങളുടെ നേരെ ഇറക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇതൊരു ഹിറ്റാകും. ഇതൊരു 100 ദിവസമൊന്നുമില്ല, 75 ദിവസമെങ്കിലും ഓടുമെന്ന് ഞാൻ സുരാജിനും ലിസ്റ്റിനും വാക്ക് തരികയാണ്. കാരണം അതിൻ്റെ കഥയൊക്കെ ഞാനും കേട്ടിരുന്നു, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ട്രാഫിക് എന്ന സിനിമ തൊട്ട് ഒരു മജീഷ്യനായിട്ട് തന്നെ മലയാളത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്. ലിസ്റ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഇതുപോലെ സിനിമകൾ ചെയ്യുക, പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത്. സുരാജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ, ഒരു 25 വർഷം മുമ്പ് എന്നെ വീട്ടിൽ വന്ന് കണ്ടപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാഞ്ഞതൊരു മഹാപാപവും ഒരു ദുഃഖവുമായിട്ട് ഇന്നും എനിക്ക് തോന്നുന്നു. കാരണം അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു വലിയൊരു നടനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വീണ്ടും പറയാമായിരുന്നു. എനിക്ക് അന്ന് സാധിച്ചില്ല. സുരാജ് എന്താ പറയുക, ഒരിക്കലും ഒരു കോമഡിയനായിട്ടോ ഒരു സാധാരണ നടനായിട്ടോ അല്ല സുരാജിനെ കാണേണ്ടത്. ഒരു വലിയ നടൻ. ഇനി ഒത്തിരി വളർച്ച സുരാജിനുണ്ട്, ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഡയറക്ടർ, റൈറ്റർ, എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇതിൻ്റെ ഒരു സക്സസ് ഡേക്ക് വരാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു സപ്പോർട്ട്